റംദാൻ കരീം എവരി വൺ, വെൽക്കം ബാക്ക് ടു ദ വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് നോമ്പ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാനിങ്ങനെ സീരീസ് സ്റ്റാർട്ട് ചെയ്യും, ഇത് സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും ഇപ്രാവശ്യത്തെ ഈ ഒരു മന്ത് ഞാൻ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതായത് മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും കുറച്ച് ഹെൽത്തൊക്കെ നോക്കി കറക്റ്റ് ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെയും ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മുന്നേ കേട്ടോ അങ്ങനെ പുറത്ത് വന്നിരിക്കുക. നമ്മൾ വാതിലൊക്കെ അടച്ചിരിക്കുമ്പോൾ അകത്തിരുന്ന് കഴിഞ്ഞാൽ ബാങ്ക് കേൾക്കില്ല. അപ്പോൾ നമ്മളിങ്ങനെ പുറത്ത് വന്നിരിക്കാറാട്ടോ. ഈ ഒരു സമയത്ത് എനിക്ക് എൻ്റെ അനിയത്തിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ഡ്യൂട്ടി അവളാട്ടോ വീട്ടിലുള്ളപ്പോൾ ചെയ്യാറ്. അവൾ ഹോസ്റ്റലിലാണ്, അതുകൊണ്ട് തന്നെ അവളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. മിസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. ദെൻ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാരക്ക വെച്ചിട്ടാട്ടോ നോമ്പ് മുറിക്കുന്നത്. കാരക്ക വെച്ച് പിന്നെ വെള്ളം കൂടി കുടിക്കും. പിന്നെ എന്തെങ്കിലും ജ്യൂസോ ഫ്രഷ് ജ്യൂസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി കുടിച്ചിട്ട് നമ്മൾ നിസ്കരിക്കാൻ പോകും കേട്ടോ. ഹെവി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഞാൻ കഴിക്കില്ല. കാരണം നമ്മൾ കാലിയായിട്ട് ഇത്രയും നേരം കഴിക്കാണ്ട് ഫാസ്റ്റ് ചെയ്തിരുന്ന വയറല്ല. അപ്പം പെട്ടെന്ന് തന്നെ അങ്ങനെ ചെയ്യണത് നല്ലതല്ല. അതുപോലെ തന്നെ എണ്ണയിൽ പൊരിച്ച കടികളും കാര്യങ്ങളൊക്കെ ഇപ്രാവശ്യം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ്. അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഖുറാനൊക്കെ ഓതിയിട്ടാണ് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോണത് കേട്ടോ. അപ്പോൾ നമുക്കൊരു സെൽഫ് ടൈം അല്ലെങ്കിൽ മീ ടൈം കൂടി ഇതിൻ്റെ കൂടെ എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്. പത്തിരിയും പിന്നെ തേങ്ങ വറുത്തരച്ച ബീഫ് കറിയും ചിക്കൻ പൊരിച്ചതൊക്കെ ആണ്. ഇത് ഹെൽത്തി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ പൊരിച്ചത് അത്ര നല്ലതല്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് കൂടി ജ്യൂസും കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് നാളെ തൊട്ടിട്ട് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ, ഇൻറ്റേർണൽസ്. അപ്പോൾ ഒരു വസ്തു അറിയില്ല 4th സെമ്മിൻ്റെ. അപ്പോൾ ക്രിസ്റ്റോക്സിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടാട്ടോ മിക്കവാറും ലാംഗ്വേജ് പേപ്പേഴ്സൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യാറ്. എക്സാംസ് നല്ലതാണ്. എനിക്ക് തോന്നുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലുള്ളൊരു 75% കുട്ടികളും ക്രിസ്റ്റോക്സിൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് ലാംഗ്വേജ് പേപ്പേഴ്സ് പാസ്സായി പോകുന്നത് മാത്രമല്ല നല്ല മാർക്ക് അത്യാവശ്യം കിട്ടണതും ആളുടെ വീഡിയോസ് കണ്ടിട്ടാണ്. അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഒരു 6-7 ചാപ്റ്റർ ഉണ്ട് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കണം ആൻഡ് വീഡിയോസും കാണണം അങ്ങനെ വിചാരിച്ചിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തറാവിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അന്നത്തെ വിശേഷങ്ങൾ